ഹലോ, ഏട്ടൻ പോയിട്ടൊന്ന് 1-2 ദിവസമായിട്ടോ. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ് ആയത്. ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നേ. രാത്രി അമ്മ കിടക്കാൻ വരും കേട്ടോ പേടിക്ക്. പക്ഷേ ഡേ ടൈമിലൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പം ഭക്ഷണം ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ ഒരു മടിയും കള്ളത്തരമൊക്കെ ആയി ഇപ്പോൾ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പൂജാ റൂമിൽ വിളക്ക് വെച്ചിട്ടാണ് അടുക്കളയിൽ കയറാറുള്ളത്. അപ്പോൾ എന്നും ഞാൻ അടുപ്പത്ത് പിടിപ്പിക്കാറൊന്നുമില്ല, അപ്പോൾ ഏട്ടൻ പോയതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ 2 ദിവസത്തേക്ക് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പത്ത് പിടിപ്പിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്ന് കുത്തപ്പാക്കാമെന്ന് വിചാരിച്ച്. ഓട്ടടാന്നും പറയും, കുത്തപ്പം എന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു കുത്തപ്പം. ഇനിയിപ്പോൾ അതിലേക്ക് കറിയോ പാലോ തേങ്ങാപ്പാലോ ഒന്നുമില്ലെങ്കിലും അതങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കൊക്കെ ഭയങ്കര മടിയാവൂലേ ഒറ്റയ്ക്കാകുമ്പം ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒറ്റയ്ക്കാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കില്ല, നമ്മളൊരു പണി എടുക്കില്ല, അപ്പോൾ എങ്ങനെ സമയം പോവും. പിന്നെ രണ്ടാമത്തെ കാര്യം, വിശപ്പ് വരുമ്പം എന്തെടുത്ത് തിന്നും. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതിനൊക്കെ ഒരു പരിധിയില്ലേ, എന്തെല്ലാം വാങ്ങി കഴിക്കണതിനൊക്കെ നമ്മളെ ആരോഗ്യത്തിനൊക്കെ ഒരു മോശമല്ലേ പല സാധനങ്ങളും കടയിൽ നിന്നൊക്കെ വാങ്ങി തിന്നുമ്പോൾ. അപ്പം ഞാൻ എന്താക്കും, ഒന്നരാടം കൂടുമ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ദോശയോ കുത്തപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഗ്യാസുമ്മലണ്ട് വെക്കും കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടതല്ലേ ഉള്ളൂ, അപ്പം ചെറുതായിട്ട് മതിയില്ല, വല്ല ഉപ്പുമാവോ അല്ലെങ്കിൽ പുട്ടോ, ഒരു കഷ്ണം പുട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാറാണ് പതിവുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആവുണ്ടാവുള്ളൂ കേട്ടോ. രാവിലെ ഒരു 6:15 ആകുമ്പോൾ ഞാൻ എണീക്കാറുള്ളത്. 6:15 ആകുമ്പോൾ എണീറ്റിട്ട് പുറത്ത് സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം അങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ട് പ്രകൃതിയെ നോക്കി അങ്ങനെ ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ അടുക്കളയിലേക്കും ബാക്കി പണികളൊക്കെ ചെയ്യാറുള്ളത്. തിരുമ്പി കുളിച്ച് മുറ്റൊക്കെ അടിച്ചേരി എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് കയറാറുള്ളത്. പിന്നെ ഒരാൾക്കുള്ളതല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ആവുമല്ലോ. പിന്നെ അത് ഉണ്ടാക്കി കാത്തിരിക്കേണ്ട കാര്യമില്ല, അത് ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ ഇപ്പം കുത്തപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ചുട്ടുകൊണ്ട് തന്നെ കഴിക്കുക എന്നുള്ള പ്ലാനിലാണ്. തേങ്ങാപ്പാലൊക്കെ പിഴിയാനൊരു മടി, അപ്പോൾ ഞാൻ എന്താക്കി, ഇച്ചിരി പാലുണ്ടായിരുന്നു, അപ്പോൾ പാലിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. 2 ദിവസം മുന്നേ ഞാൻ കുത്തപ്പം ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്നും ഇല്ല, കഴിച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. കുത്തപ്പം അതേപടിയാണ് കഴിക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ഇച്ചിരി പാലുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഇത്തിരി പഞ്ചസാര ഇട്ടുകൊണ്ട്, പഞ്ചസാര ഒന്നും അത്ര നല്ലതല്ല, എന്നാലും ഞാൻ ഷുഗർ കട്ടൊക്കെയാണെന്ന് പറയും, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കും ചെയ്യും കേട്ടോ. എന്നാൽ കൂടുതൽ പഞ്ചസാര ഒന്നുമില്ല, ഒരു പേരിന്. ഏട്ടനുള്ള സമയത്ത് ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീക്കണ്ടായിരുന്നു കേട്ടോ. 5:30, 5:15, 5:30 ആകുമ്പോൾ എണീക്കും. ആളുണ്ട് വെച്ചിട്ട് എക്സ്ട്രാ പണിയൊന്നുമല്ല, പക്ഷെ എന്നാലും എന്താ പറയുക, കുറച്ചുകൂടെ ലാവിഷ് ആവുമല്ലോ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മൾ നേരം ഉണ്ടാവില്ല. ഇപ്പോൾ ഏട്ടനും കൂടെ നാട്ടിലുള്ള സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനും ഉണ്ടാവും, പല പല സ്ഥലങ്ങളിൽ പോകാനുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ പണി വേഗം കഴിച്ചിരിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും എനിക്കുള്ളൂ. കാരണം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എനിക്ക് പെട്ടെന്ന് തലവേദന വരും, എന്താ പറയുക, ഭയങ്കര ക്ഷീണം, പ്രഷർ കുറയണ പോലെയോ, അതിലുപരിക്ക് ദേഷ്യം വരും. അപ്പോൾ പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാത്തൊരു പരിപാടിയില്ല. ഇപ്പം തന്നെ ഞാൻ രാവിലെ നീറ്റ് ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചും കൊണ്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം വിശപ്പ് മാത്രമല്ല, നല്ലതാണല്ലോ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുന്നത്. 2-3 കുത്തപ്പം ഉണ്ടായിരുന്നു കേട്ടോ. 2 ഞാൻ കഴിച്ചു, ബാക്കിയൊന്നും അവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കണ്ടേയും കഴിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കുക. പിന്നെ ഞാൻ വെച്ചത് വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിന് വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ കോഴിക്കളെ അയച്ചിടാൻ പോയേ. ഏട്ടനോട് ഞാൻ പറഞ്ഞതാണ്, കുറച്ച് 1-2 മാസം ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു പോകും. പിന്നെ ഇപ്പോൾ ഇവിടെ കോഴീനെ നമ്മൾ വാങ്ങി വെച്ചിട്ടൊക്കെ നഷ്ടമാണ്. ആറ്റുള്ള എന്തെങ്കിലും നോക്കാനോ ആളില്ല, എന്തെങ്കിലും പട്ടിയോ വല്ലതും കടിച്ചു കൊണ്ടുപോകുമോ ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് വേണ്ടാന്ന്. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ചെടി, കോഴികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പം എന്നായിക്കോട്ടെ, ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ മറുത്തൊന്നും പറയാതെ 3 കോഴിക്കളെ വാങ്ങിയിരുന്നു കേട്ടോ. ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ ഒരു പൂവനും ഒരു പേടയും ചെറിയ കുട്ടികളാണ്. പിന്നെ ഒരു തള്ളക്കോഴീനെ വാങ്ങിയത്. അതിപ്പോൾ തള്ളക്കോഴി പെട്ടെന്ന് ഇണങ്ങി, ഈ കുട്ടികൾ ഇണങ്ങിയിട്ടില്ല. അതിൽ ഒരു പൂവൻകുട്ടി ഏട്ടൻ കൊണ്ടുവന്ന് 2 ദിവസം കൊണ്ട് തന്നെ ചത്തുപോയി. ഇപ്പോൾ ഈ പേടക്കുട്ടി മാത്രമേ ഉള്ളൂ. അതിനെ അങ്ങനെ പുറത്ത് വിടില്ല, അത് അങ്ങനെ ഇണങ്ങണില്ല, ഒറ്റയ്ക്ക് കൂട്ട് കയറാനോ ഒന്നും ആയിട്ടില്ല.
നല്ല മഴയാണ് കേട്ടോ പുറത്ത്. എന്നാലും വേണ്ടിയില്ല, ഞാൻ ആ കോഴിക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി. ഇനി അകമൊക്കെ ഒന്ന് അടിച്ചു വരാനും തുടയ്ക്കാനുണ്ട്. ഇന്നലെ തുടച്ചിട്ടില്ല, അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും തുടയ്ക്കണമല്ലോ. അപ്പോൾ ബാക്കി അടുക്കളയിൽ ഇങ്ങനെ വെള്ളം ഞാൻ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടകത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട്. പിന്നെ ഇനിയിപ്പോൾ ചോറുണ്ടാക്കാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി. ആ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അരിയിട്ടുങ്ങാണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി. കറി പിന്നെ ഞാൻ വിചാരിക്കുകയാണ് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. വറുത്തരയ്ക്കാതെ പരിപ്പിട്ടിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാം. എന്നാൽ പിന്നെ നാളത്തേക്കും കൂടെ എടുക്കാമല്ലോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. ഇതുപോലെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടോ? ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകും കേട്ടോ. ഇത് 1-2 ദിവസത്തെ കാര്യമാണ്. ഏട്ടൻ പോയിട്ട് ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കാണ്ടല്ലോ. ഏട്ടൻ ഉപയോഗിച്ച കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് ലെവലാക്കിയിട്ട് വേണം പോവാൻ. കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട് വീട്ടിൽ. നമ്മൾ കുറേ ദിവസമായിട്ട് നാട്ടിലില്ലാത്തതിനെ കൊണ്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ. ഇപ്പോൾ ഈ പുറമേ കാണുന്ന അല്ലാതെ തന്നെ കുറേ ഉൾഭാഗങ്ങൾ, അലമാരൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂം, ഷോക്കേസ്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊടി പിടിച്ചെടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ ഇതേപോലെ ഒറ്റയ്ക്ക് നിന്ന് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് അന്നേരം എന്താ തോന്നിയെന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, മറ്റുള്ളവർ വിചാരിക്കും പാവട്ടോ, ഭയങ്കര ഒരു സിമ്പതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ സമയത്താണ് നമുക്ക് മനസ്സിന് ധൈര്യം എത്രത്തോളം ഉണ്ട് നമ്മൾ സ്വന്തം തിരിച്ചറിയണത്. ഞാനങ്ങനെയാണ്, ഞാനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ആരുമില്ലല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്, ഇനിയിപ്പോൾ രാത്രി ഒറ്റയ്ക്ക് ആയിപ്പോയാൽ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഈ ഒരു സമയങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെ കൂടെ ഉള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇല്ല, ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഈ തുടയ്ക്കുന്ന ദിവസം കേട്ടോ, ടേബിള്, ടീപ്പോയി, കസേരകളൊക്കെ എല്ലാ ഭാഗങ്ങളും, സോഫകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ വെള്ളം 2-3 പ്രാവശ്യം കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. ഇതിനിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനുള്ള ചെമ്പാണ്. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചോറിന് അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടന്നായിക്കോളും. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ ടൈം റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സോഫയും കസേരയൊക്കെ തുടയ്ക്കണ കാര്യമല്ലേ, അത് ഒന്നരാടൻ ഈ പറഞ്ഞ മാതിരി തുടക്കണേൻ്റെ കൂടുതൽ അതാണ്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, പൊടി പിടിച്ചെടുക്കില്ല. നമുക്ക് ചില വീടുകളിലൊക്കെ ഉണ്ടാവും ആളുകൾ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വീട്ടമ്മമാർ ഓടിപ്പോയിങ്ങാണ്ട് ടേബിളും ടീപ്പോയും കസേരയൊക്കെ പൊടി തട്ടലും മറല തട്ടലും ചെക്ക പോകാം. അപ്പോൾ അതിന് നിൽക്കണ്ട. എന്നും തട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മീൻസ് എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ചെയ്യാറില്ല എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ടെൻഷനും വേണ്ട, ആര് വന്നാലും പൊടി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണതല്ലേ. നേരത്തെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ അകമൊക്കെ അടിച്ചു വരുന്നത് ഈർക്കൽ ചൂല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. മൂക്കാത്ത ഓല ഉണ്ടാവില്ല, ആ മൂക്കാത്ത ഓല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അകം അടിച്ചു വരുന്ന ചൂലുണ്ടാക്കണത്. നല്ല പൊടിയൊക്കെ പോവും, നല്ല വൃത്തിയാവും. പിന്നെ അതേപോലെ തന്നെ മാറാല തട്ടാനും നല്ല സുഖമായി. ഈ ജനവാലിൻ്റെ കർട്ടനൊക്കെ ഒന്ന് നീക്കിയിട്ട് ആ ചൂല് കൊണ്ടൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കത് നല്ല സുഖമാണ്. വേറൊരു ദിവസം അതിനായിട്ട് വെക്കും വേണ്ട. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനുള്ള പണിയുള്ളൂ. കറി ഇനിയിപ്പോൾ ഒരു 12:30 ആകുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 1 മണി 1:30 ആകുമ്പോഴേക്ക് ചോറുന്നാലോ, ഉണ്ടാക്കിയ പാടന്നെ ചോറുന്നാലോ എന്നുള്ള പ്ലാനിലാണ് ഞാൻ. അങ്ങനെ കടയിൽ പോയിട്ട് 1-2 സാധനം വാങ്ങാണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും ചിപ്സും ഞാൻ കൊതിയായിരുന്നു. ഏട്ടൻ വേറെ കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങി തന്നു പോയി. പക്ഷേ ചിപ്സ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അടുക്കളയിലേക്ക് ആവശ്യമുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് നേരം ചിപ്സൊക്കെ കഴിച്ച് ഒരു 12:30 ആകുമ്പോഴാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ രാവിലെ വെള്ളത്തിൽ പരിപ്പ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ പരിപ്പ് കുതിർന്നുകൊണ്ട് ഉള്ളിയും കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് വെച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കായം, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആദ്യം 2 വിസിലിട്ടു. അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തക്കാളി, വെണ്ടയ്ക്കും മുരിങ്ങക്കായും കൂടെ ഇച്ചിരി പുളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് 1 വിസിലും കൂടെ ഇടുകയാണ് ചെയ്തത്. ചില ആളുകൾ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒറ്റ വിസിൽ 1-2 വിസിലിട്ടുങ്ങാണ്ട് സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇവിടെ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകില്ലേ, വെണ്ടയ്ക്കും മുരിങ്ങക്കായൊന്നും അങ്ങനെ ഉടഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വേറെ തന്നെ വേവിക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വെണ്ടയ്ക്കൊക്കെ അങ്ങനെ വഴറ്റിയിട്ടിടും, വെണ്ടയ്ക്കും വഴുതിനൊക്കെ ഒന്ന് വഴറ്റിയിട്ടിടും. അപ്പോൾ തീരെ ഉടഞ്ഞു പോകില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ സാമ്പാറും പപ്പടവും തൈരും ഉണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഒരു അച്ചാർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. മീൻ വാങ്ങിയിട്ടില്ല, മീൻ വാങ്ങാൻ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. ഇപ്പോൾ ഏട്ടൻ പോണ വരെ മീൻ തന്നെയായിരുന്നു. അപ്പം ഇനി
കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മീൻ വാങ്ങാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ സ്ഥിരമായിട്ട് മീൻ തന്നെ ആയിരിക്കും. അപ്പം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തീരണമല്ലോ. വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ പോണ വരെ വാങ്ങിയതേ. 5-6 മാസം കൊണ്ട് ആളുകൾക്ക് ഇത്ര മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ചതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ടൈറ്റായി, കുറച്ച് തടി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഡ്രസ്സ് ഇട്ടപ്പോഴാണ് മനസ്സിലാവണത്. കൈയും ഒക്കെ ഒരു ഭയങ്കര ഫിറ്റായ പോലെ ഉണ്ട്. ക്വാർട്ടേഴ്സിന് ഞാനതിൽ തയ്യൽ മെഷീനും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് അയക്കലും തയ്ക്കലൊക്കെ തന്നെയാണ് ഇപ്പോൾ പണി. സമയം പോകണം അങ്ങനെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലീനിങ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ക്ലീനിങ്ങും ഈ തയ്യൽ പരിപാടികളൊക്കെ ആയിട്ടാണ് എൻ്റെ സമയം അങ്ങനെ പോകണത്. പിന്നെ നമ്മൾ ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കലും എഡിറ്റ് ചെയ്യലും പരിപാടികളൊക്കെ ആയിട്ട് ടൈം നല്ല പോകുന്നുണ്ട്. എനിക്കങ്ങനെ ബോറടിക്കാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ ആരോടത്തും മിണ്ടാനും പറയാനും അങ്ങനെ കുറേ നേരം സംസാരിക്കാനൊന്നും ആരുമില്ലല്ലോ. അമ്മ വരും ഇടയ്ക്ക്. എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ സ്കൂളിൽ പോകുന്നതിനെ കൊണ്ട്, അംഗനവാടിയിൽ സ്കൂളിലൊക്കെ പോകുന്നതിനെ കൊണ്ട് അവരും വൈകുന്നേരം ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴൊക്കെ കുറച്ചൊരു ടൈം പാസ് ഉള്ളൂ. അതുവരെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ സമയം പോക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാറായി കഴിഞ്ഞ് പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം പിന്നെ ഞാൻ ചോറുണ്ടാകുന്ന നോക്കിയേ. ചോറുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഉറങ്ങാറില്ല, ഒന്ന് കിടക്കും, ചിലപ്പോൾ ഒന്ന് കണ്ണു മാളും. അങ്ങനെ അത് ഡെയിലി ഉറക്കമൊന്നുമില്ല ഉച്ചയ്ക്ക്. പിന്നെ അതുമല്ല അമ്മയോ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് എന്നല്ല, എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വരുമല്ലോ. നമ്മൾ ക്വാർട്ടേഴ്സിലൊക്കെ നിൽക്കുന്ന പോലെ വീട്ടിലങ്ങനെ അടച്ചു പൂട്ടി കിടക്കാൻ പറ്റില്ല. വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ലല്ലോ വന്നിട്ടൊന്ന് കഥക് തുറന്നു കൊടുക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയുണ്ട് അതിലടച്ചു പൂട്ടി അങ്ങോട്ട് ഉറങ്ങണ പരിപാടിയൊന്നുമില്ല. അങ്ങനെ രാത്രി പിന്നെ ഉറക്കമുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ പകൽ ഉറങ്ങിയാൽ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. 1:15 മാക്സിമം ഭക്ഷണം കഴിക്കാതിരുന്ന്. രാവിലെ 2 കുത്തപ്പം കഴിച്ചിട്ട് പിന്നെ ഇത്തിരി ചിപ്സ് തിന്ന്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ്ടായിരുന്നേ. അതല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തൈരൊക്കെ എടുക്കാൻ മറന്ന് ചോറും സാമ്പാറും പപ്പടം കൂട്ടി കഴിച്ചത്. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് വൈകുന്നേരത്തെ ജോലികൾ തീർക്കാനുണ്ടാവും. അപ്പോൾ അത് തുടങ്ങിയാണ്. വൈകുന്നേരം പിന്നെ വിളക്ക് വെക്കാനുള്ളതുകൊണ്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ മുറ്റടിച്ച് വരാണ്ടാവും. മഴയാണെങ്കിൽ അടിച്ചു വരില്ല. മഴ ഇല്ലാത്തതിനെ കൊണ്ട് ഇന്നൊന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. രാവിലെ മഴയായിരുന്നു, ഇപ്പോൾ മഴ ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ ഞാൻ അടുക്കളയും വൈകുന്നേരമാണ് തുടച്ചിടാറുള്ളത്. ആദ്യമൊക്കെ രാത്രി ചോറ് തിന്ന് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരുന്നു കിച്ചൺ തുടയ്ക്കൽ. അപ്പോൾ കുമ്പിട്ട് തുടയ്ക്കുന്ന സമയത്ത് എനിക്ക് കഴിച്ച ചോറും കറികളൊക്കെ ഇങ്ങനെ നെഞ്ഞത്തേക്ക് വരാൻ തുടങ്ങി, വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടായി. ദഹനത്തിനൊക്കെ പ്രശ്നമായപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, അത് നേരത്തെയാക്കി വൈകുന്നേരം തുടച്ച് ക്ലീൻ ആക്കിയിടും. അങ്ങനെ ഞാൻ മേലെഴുകാൻ കയറാൻ നിൽക്കുമ്പോൾ തൊട്ട് മുന്നിലെ വീട്ടുകാരുണ്ട് റംബൂട്ടാൻ കൊണ്ടു തന്നെ. ഇതൊരു വെറൈറ്റി റംബൂട്ടാനാണ്. അധികം വലിപ്പം വയ്ക്കില്ല, നല്ല മധുരമുണ്ട് മറ്റേതിനെക്കാട്ടിലും. അപ്പോൾ പിന്നെ വൈകുന്നേരം വിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് പണികളൊന്നും ഉണ്ടാവില്ല. രാത്രി ഭക്ഷണം കഴിക്കുക, കിടക്കുക, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തനിച്ചായിട്ടുള്ള ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.